റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കലേ സോക്രട്ടീസ് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് ഒരാളുടെ വിവരം പറയാനായിട്ട് വരികയാണ്. അദ്ദേഹം പുറത്തെന്ന് പറഞ്ഞു, പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറയുന്ന സത്യമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സത്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഓക്കെ, രണ്ടാമത് ചോദ്യം, ഇതെന്തെങ്കിലും നന്മയുള്ളതാണോ? നന്മ, അതായത് ഗുഡ്നസ്. ഉടനെ പറഞ്ഞു, അതും എനിക്ക് ഉറപ്പില്ല. ആട്ടെ, നിങ്ങൾക്കോ എനിക്കോ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതുമില്ല. എനിക്ക് കേൾക്കാൻ പറയാനും താല്പര്യമില്ല. നമ്മുടെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ നേച്ചറായിരിക്കാം മറ്റിടത്ത് കേൾക്കുന്നത്, വേണ്ടത് പറയുന്നത്. നല്ല കാര്യങ്ങളാണ്, നമുക്ക് വാർത്തകളെല്ലാം നമ്മൾ കേൾക്കണം, പ്രയോജനപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടേ ഒക്കത്തുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ കുറ്റം മാത്രം പറയുകയും ഒരു പ്രയോജനവുമില്ലാതെ സത്യസന്ധമല്ലാത്ത കാര്യം. ഒരിക്കലും എൻ്റെ അടുക്കലോട്ട് ഒരാൾ വന്നു, ഒരു ദേവദാസനെ കുറിച്ച്, കേരളത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പാഷന് കേട്ടായിരുന്നു, ഇങ്ങനെയൊക്കെ മനുഷ്യർ പറഞ്ഞു. ഞാൻ 5 മിനിറ്റ് ഇരുത്തി ആ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയാണെന്ന് പാഷ, എനിക്ക് അതേക്കുറിച്ച് അറിയത്തില്ല. അപ്പം നമ്മൾ ആക്ച്വലി ചെയ്യുന്നൊരു ദോഷമല്ല. ഒരാളെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ മീഡിയയിലാണ് നമ്മൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ അവരോട് ചെയ്യുന്ന ദോഷമല്ലേ? ഞാൻ പറഞ്ഞ് തിരുത്തി കേട്ടതെല്ലാം പറയാൻ റൈറ്റില്ല. അതുകൊണ്ടാണ് സോക്രട്ടീസ്, എന്താണ് ഇതിന് പ്രയോജനമാണ്? ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജഡത്തിനൊരു ഭയങ്കര ഫീൽ ചെയ്യും, ഒരു സമാധാനം. വേറൊരാളെ കുറ്റമൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നുണ പറഞ്ഞോ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞോ നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോൾ നിങ്ങൾ അവിടെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മൗനമായി ഇരുന്ന് അത് കേൾക്കാനൊരു ചെവി ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, പറയാനൊരു നാവുണ്ട്, ഒരിക്കലും മറന്നുപോകില്ല. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശബ്ദമാണ്. എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ ദോഷമോ അവരുടെ പരാജയങ്ങളോ അവരുടെ ബലഹീനതകളോ കേൾക്കാൻ നിങ്ങൾക്കൊരു ചെവി ഉണ്ടെങ്കിൽ എപ്പോഴും പറയാനൊരു നാവിനെ പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കും. അതേസമയം നിങ്ങൾ പ്രയോജനമുള്ളതാണോ? ഞാനത് ചെയ്യുന്നൊരു കാര്യം, ഞാനൊരാളെ റെസിസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ഒരാളെ കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ ഞാൻ അവരെ അറിയിക്കും. എൻ്റെ നാവുകൊണ്ട് ഞാൻ പറയത്തില്ല, നമുക്ക് മനസ്സിലാകും എനിക്കിങ്ങനെയുള്ളൊരു കാതില്ല, എനിക്കിങ്ങനെ ഒരു നാവില്ല. അത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കുന്നതെല്ലാം നമുക്ക് പറയാൻ റൈറ്റില്ല, എല്ലാം പറയണ്ട. നമുക്ക് ഇന്ന് വലിയ നാവ് പിഴ, വലിയ പ്രശ്നങ്ങളായിരിക്കും. എന്താ കാരണം? ഇവർ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്തോ പറയണ്ടേ, എന്താണെന്നറിയാതെ ഇവർക്കറിയത്തില്ല. എന്നാൽ ഈ ചാനലുകാർ മുമ്പിൽ വരുമ്പോഴും, ഇവിടെ ഞാനൊരു പൊതുപ്രവർത്തകൻ, അല്ലെ എൻ്റെ ഒരു ലീഡറാണ്, അല്ലെ ഞാൻ ഇന്ന ആളാണ്. എനിക്കറിയാമായിരുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. എനിക്ക് ആദ്യ കാലങ്ങളിൽ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന എൻ്റെ ഒരു മാതൃസഭയിൽ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാര്യം കേട്ടാൽ അദ്ദേഹം അപ്പം നമ്മൾ ചിന്തിക്കും, എന്തിനും കേൾവിക്കുറവല്ല. ആ ചോദ്യം കേട്ടിട്ട് ഒന്ന് അനലൈസ് ചെയ്ത ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് അതിന് പ്രിയ മറുപടി, ഞാൻ പറയാം, ഓക്കെ, എന്നെ അവിടെ പിന്നൊന്ന് മീറ്റ് ചെയ്യും. ഞാൻ ചിന്തിക്കുന്നത് എത്ര സമാധാനം അവരുടെയൊക്കെ ചെയ്യും. നമ്മളെക്കൊണ്ട് പലപ്പോഴും പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ഗൗരവപരമായി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒന്നും ആരെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് പാപമാണ്. അങ്ങനെ ഒരു കാതില്ല, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സുഹൃബന്ധങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ണില്ല, അങ്ങനെ ഒരു കാത് ഞങ്ങൾക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് വലിയ ദോഷമാണ്. കാരണം ഒരാൾ നിരപരാധിയായിരിക്കും. ആ വ്യക്തി അങ്ങനെ തെറ്റ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സമർത്ഥിക്കുകയാണ്, കള്ളസാക്ഷിയാവുകയാണ് നിങ്ങൾ. നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നിയന്ത്രിക്കണം, ശ്രദ്ധിക്കണം. പ്രയോജനപ്പെടുന്നതാണോ? അതാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞ അവൻ്റെ ലാവണ്യ വാക്കുകൾ. കൃപയിനാൽ ഉപ്പിനാൽ രുചി വരുത്തിയ മഹാന്മാർ, ഋഷികൾ, നമുക്കറിയാം, സന്യാസമൃതന്മാർ, അവരുടെയൊക്കെ നാവുകളെ ഒത്തിരി അതിനൊക്കെ വേണ്ടി അവർ കഠിന പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ പ്രയത്നം വേണ്ട. പുതിയ നിയമത്തിൽ ഇന്ദ്രിയ ജയം ദൈവം നമുക്ക് തന്നിരിക്കുക. കർത്താവിനോട് കൃപ ചോദിച്ചാൽ മതി. അതാണ് കേൾപ്പാൻ വേഗതയും പറവാൻ താമസം. നല്ല വാക്കുകൾ, നല്ല ഇമ്പമുള്ള വാക്കുകൾ, ആത്മീയ വർധന വരുന്ന. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ നാവ് താങ്ങുന്ന നാവായിരിക്കാം. അതുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്തതിന് മുമ്പ് ഞാനിതിവിടെ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ സത്യസന്ധമായ കാര്യമാണ് തിരിക്കുക. 2, പ്രയോജനമുള്ളതാണോ? അത് ആത്മീയ വർധന വരുന്നതാണോ? ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.